എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ഫാൻ എങ്ങനെ നമുക്ക് വൃത്തിയായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കാതെ തുടച്ചെടുക്കാം, ഈസി ആയിട്ട് എങ്ങനെ തുടച്ചെടുക്കാം, പൊടിയൊക്കെ അലർജിയൊക്കെ ഉള്ളവർക്ക് പറ്റുന്ന ഒരു നല്ലൊരു മെത്തേഡ് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള നിങ്ങൾക്കറിയാലോ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കക്കാരിയാണ്. ഇതുവരെ യൂട്യൂബിൽ ഒരു തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുടക്കക്കാരിയായിട്ടുള്ള ഒരാൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പോരായ്മകളുണ്ടാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുറച്ച് നെഗറ്റീവ്, വളരെ കുറച്ച് കമൻസ് എനിക്ക് വരാറുള്ളൂ. വന്നതിൽ ഭൂരിഭാഗം പേരും നെഗറ്റീവായിട്ടുള്ള ഒരു കമൻ്റാണ് പറഞ്ഞത്. അപ്പോൾ ആ നെഗറ്റീവ് കമൻസിനൊക്കെ ഞാൻ എല്ലാവർക്കും ഉള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് തന്നെ ആര് കമൻ്റ് ഇട്ടാലും ഞാൻ അവർക്ക് മറുപടി കൊടുക്കാറുണ്ട്, റിപ്ലൈ ചെയ്യാറുണ്ട്. എന്നാലും എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ സാധാരണ ഒരു ചെറിയ ഒരു യൂട്യൂബേഴ്സ്, അതായത് ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആവണം, 10 രൂപ ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് യൂട്യൂബിലേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോരോ വീഡിയോ ചെയ്യുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ഈ 2 വർഷത്തിൽ ഞാൻ കുറച്ച് നാൾ ആദ്യം തുടങ്ങിയ സമയത്ത് ഒരുപാട് വീഡിയോസ് അടുപ്പിച്ച് ചെയ്തിരുന്നു. അതൊക്കെ ഞാൻ ചെയ്ത ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ഞാൻ ചെയ്ത വീഡിയോസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. എൻ്റെ മോൾക്ക് ഒരു വയസ്സൊക്കെയുള്ള സമയമാണ്. അന്നപ്പോൾ എനിക്ക് വീട്ടിലാണെങ്കിലും ആരുമില്ല. അപ്പോൾ മോളെ നോക്കിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് യൂട്യൂബ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ മെയിനായിട്ട് യൂട്യൂബിലോട്ട് ഇറങ്ങാനായിട്ട് കാരണം എൻ്റെ അച്ഛൻ മരണപ്പെട്ടു. അപ്പോൾ അത് അച്ഛൻ മരിച്ചതിൻ്റെ ഒരു വിഷമവും ഒറ്റപ്പെടലും എല്ലാം കൂടെ എനിക്ക് വളരെയധികം മാനസികമായിട്ട് വളരെ ഒരു മോശാവസ്ഥയിലിരുന്ന സമയത്താണ് ഒരു മാറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്. അപ്പോൾ അല്ലാതെ യൂട്യൂബ് ഒരു ഇൻകം സോഴ്സായിട്ട് കണക്കാക്കിയിട്ടല്ല ഞാൻ യൂട്യൂബിലോട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്ക കാലഘട്ടത്തിൽ ആ ഒരു സമയത്തൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുമായിരുന്നു. ഡെയിലി അതൊരു പാഷനേറ്റായിട്ട് തന്നെ വീഡിയോ ചെയ്യുമായിരുന്നു. അതിനൊന്നും വ്യൂസ് ഇല്ല, പക്ഷെ നമ്മൾ നിരന്തരം നമ്മുടെ കഷ്ടപ്പാട് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുകയാണെങ്കിൽ പാചകം ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളും എല്ലാം കഴുകാനും കിച്ചൺ അടുക്കള ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത്. ആ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ നമുക്കിവിടെ വലിയ യൂട്യൂബേഴ്സും ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾ ചെയ്യുന്ന കാര്യം ഒന്ന് തന്നെയാണ്. ഇപ്പോൾ വലിയൊരു യൂട്യൂബർ, ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യുന്നു, അത് തന്നെ ചെയ്യുന്ന സാധാരണ ഒരു വളർന്നു വരുന്ന യൂട്യൂബറും അതേ ഒരു എഫേർട്ട് തന്നെയാണ് എടുക്കുന്നത്. കുക്കിംഗ് വൈസ് അത് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ അവർക്ക് കിട്ടുന്ന റീച്ചും അവർക്ക് കിട്ടുന്ന റെക്കഗ്നിഷനും ഒന്നും സാധാരണ ആളുകൾക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ടാൽ കാണുന്ന 50 പേരോ 100 പേരോ, വല്ല കാലത്തൊക്കെ ആയിരിക്കും ഒരു വീഡിയോ 500 1000 പേര് കാണുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിന് ഭയങ്കര വിഷമമായിരിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളുടെ വീഡിയോ റീച്ച് ആവാത്തത്? നമ്മൾ പല കാര്യങ്ങളും നമ്മളതിൽ ടൈറ്റിൽ, തംബ്നെയിൽ എല്ലാം കൊടുത്ത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്താലും നമുക്ക് റീച്ച് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമ്മളുടെ വീഡിയോ ആളുകൾ കണ്ടു തുടങ്ങി അങ്ങനെ നമുക്ക് നല്ലൊരു റീച്ച് കിട്ടാനും യൂട്യൂബിൽ വളർന്നു വരാനും കുറച്ച് സമയമെടുക്കും. ക്ഷമ നമുക്ക് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെങ്ങനെ കാത്തിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം നിങ്ങൾ തന്നെയാണ്, സബ്സ്ക്രൈബേഴ്സാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന നല്ല കമൻസുകൾ. ഒരാൾ ഒറ്റയ്ക്ക് ഒരേ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് നല്ലതാണ്, നിങ്ങളുടെ വീഡിയോ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ
ഒരു യൂസ്ഫുൾ ആണ് എന്ന് പറയുന്നത് കേൾക്കുന്നത്, അതിൻ്റെ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി, അടുത്ത വീഡിയോ ഞാൻ എത്രയോ തവണ ഇതേപോലെ മനസ്സ് മടുത്തിരിക്കുന്ന സമയത്ത് യൂട്യൂബ് നിർത്താമെന്ന രീതിയിൽ വീഡിയോസ് ഇട്ടിട്ട് ഒരു റീച്ചും കിട്ടാതെ ഇരിക്കുമ്പോൾ ഞാൻ നിർത്താമെന്ന് ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബർ പുതുതായിട്ട് വന്നു. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, എന്നാൽ ഇനി അടുത്ത വീഡിയോ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഇതുവരെ എല്ലാ വീഡിയോസും ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിൽ പലതിലും ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എന്തെങ്കിലും ഒരു ഗുണം അതിലുണ്ടാകുന്ന രീതിയിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ ചെയ്ത് പരാജയപ്പെട്ട പല കാര്യങ്ങളും, ഒരുപാട് യൂട്യൂബിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത പല വീഡിയോസ്, ചിലപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിരിക്കും, അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ അത് അപ്ലോഡ് ചെയ്യാറില്ല. എങ്ങനെയെങ്കിലുമൊക്കെ വീഡിയോ ചെയ്ത് നമുക്ക് കുറേ വീഡിയോസ് ഇടണം, നല്ല റീച്ച് കിട്ടണം, അങ്ങനെയൊന്നും ഉള്ളൊരു ചിന്ത എനിക്ക് പണ്ടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും തീരെയില്ല. അപ്പം ഞാൻ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തി അത് നല്ലതായിട്ട് വന്നാൽ മാത്രമേ ഞാനത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. പിന്നെ എനിക്ക് ഈ ഫാൻ വൃത്തിയാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞു ഭയങ്കര ബോറിങ്ങാണ്, ഭയങ്കര വെറുപ്പിക്കലാണ്, ടൈം വേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു. ശരിയായിരിക്കാം, എല്ലാവർക്കും എല്ലാ രീതിയിലും എല്ലാവരെ പോലെയുമുള്ള ഒരു എൻ്റർടൈനിങ് ആയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനോ കഴിവുണ്ടാവണമെന്നില്ല. ഞങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ഓരോ ആളുകളും മാക്സിമം അവർക്ക് എന്ത് പറ്റുമോ അതേ രീതിയിൽ വീഡിയോസ് ആരും മനഃപൂർവ്വമായിട്ട് എന്നാൽ നാളെ നമുക്ക് ഒരു വീഡിയോ ഇട്ട് ഇവരെയൊക്കെ വെറുപ്പിക്കാം, ഇവരെയൊക്കെ ബോറടിപ്പിക്കാം എന്ന് ചിന്തിച്ചിട്ടല്ല വീഡിയോസ് ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്നത് വീഡിയോ നല്ല റീച്ച് കിട്ടണം, അല്ലെങ്കിൽ നല്ലപോലെ ആളുകൾ നമ്മളെ കാണുമ്പോൾ നല്ലൊരു അഭിനന്ദനം കിട്ടണം, നല്ലതാണെന്ന് പറയണം എന്നൊക്കെ ആഗ്രഹം കൊണ്ടാണ് ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലുള്ള നെഗറ്റീവ് കമൻസ് നമുക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം വലിയ രീതിയിൽ സബ്സ്ക്രൈബേഴ്സുള്ള മില്യൺ വ്യൂസുള്ള ചാനലുകാർക്ക് എത്ര നെഗറ്റീവ്സ് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് അത്ര അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ഒന്നും അഫക്റ്റ് ചെയ്യില്ലായിരിക്കാം, എഫക്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്നാലും അതിനേക്കാൾ 10 മടങ്ങായിരിക്കും നമ്മൾ വളർന്നു വരുന്ന ഒരു ചെറിയൊരു യൂട്യൂബർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ, എനിക്ക് തോന്നുന്നത് ഞങ്ങളെപ്പോലുള്ള അല്ലെങ്കിൽ തുടക്കക്കാരായുള്ള എല്ലാ യൂട്യൂബേഴ്സിനും അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ഒരു വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊരു നല്ല ഒരു റീച്ചിലേക്ക് എത്തിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും എന്തുമാത്രം എഫേർട്ടാണ് നല്ല ഒരു വീഡിയോ ഉണ്ടാക്കാനായിട്ടും അത് അപ്ലോഡ് ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ അതിന് റീച്ച് കിട്ടാൻ അവർ എന്തോ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടുംബത്തിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് എല്ലാം മക്കളുടെ കാര്യം, ഭർത്താവിൻ്റെ കാര്യം, അമ്മയുടെ കാര്യം, അച്ഛൻ്റെ കാര്യം എല്ലാം നോക്കി നമ്മുടെ കാര്യങ്ങളും നോക്കി അതിൻ്റെ ഇടയിൽ യൂട്യൂബും കൊണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് തുടക്ക കാലഘട്ടങ്ങളിലൊന്നും ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാലോ, 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ഉണ്ടെങ്കിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും, ചില ആളുകൾ 1, 2, 3 വർഷം കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പം ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾ തന്നെയാണ്. സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും നല്ല ഒരു ചെറിയൊരു കമൻറ്റ് നല്ലത് പറയുമ്പോഴും ഞങ്ങൾക്കത് വലിയൊരു എനർജിയാണ് അടുത്തടുത്ത വീഡിയോസ് ചെയ്യാനായിട്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് കമൻ്റ് ഇടാം, നിങ്ങൾക്ക് കമൻ്റ് ഇടാം, നെഗറ്റീവും ഇടാം, പോസിറ്റീവും ഇടാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഒരാളുടെ. ഒരു വീഡിയോ കണ്ടു, അത് ഇഷ്ടപ്പെട്ടില്ല, അതിന് നിങ്ങൾക്ക് നെഗറ്റീവ്സ് ഇടാം, നെഗറ്റീവ് പറയാം. പക്ഷെ ആ പറയുന്നത് മറ്റൊരാളെ അത് പറയുന്നത് പോലും ഒരു തവണയെങ്കിലും ആലോചിച്ച് നോക്കുക. അത് പറയുന്ന സമയത്ത് അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാകും. അത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പറയാനായിട്ട് അത്യാവശ്യം
അത്യാവശ്യം ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സിനും അത് വലിയൊരു എനർജി ആയിരിക്കും. നിരന്തരമായിട്ട് നെഗറ്റീവ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കുമ്പോൾ അവർക്ക് വേറെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് മനസ്സ് മടുത്തു പോകും. വേറെ ഒന്നുമില്ല, ആളുകളധികം കാണുന്നുമില്ല, കാണുന്നവരുടെ ഭാഗത്തു നിന്ന് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ്. പിന്നെ നമ്മൾ എന്തിനാണ് വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞ് പല ആളുകളും പകുതിക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ല സബ്സ്ക്രൈബറാണ്, ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ചെറിയ ചാനലിൻ്റെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും അവരുടെ വീഡിയോ മോശമാണെങ്കിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു നല്ല രീതിയിലാണ് മോശം. ഇപ്പം ഞാൻ എൻ്റെ തന്നെ കാര്യം പറയാം. എൻ്റെ വീഡിയോ ഭയങ്കര വെറുപ്പിക്കലാണെന്ന് പറഞ്ഞു. ഏത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാവാം. അതെൻ്റെ വലിയൊരു പോരായ്മയായിരിക്കും, ഞാൻ സമ്മതിക്കുകയാണ്. ഞാനൊരു അടിപൊളിയായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്, എൻ്റെ വീഡിയോ സൂപ്പറാണ്, അങ്ങനെയൊന്നും ഞാൻ വാദിക്കുന്നില്ല. പക്ഷേ എൻ്റെ വീഡിയോ എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് ഞാൻ സ്പീഡ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പല ആളുകളും പറഞ്ഞതാണ് വളരെ സ്ലോ ആയിട്ടാണ് അങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത്യാവശ്യം സ്പീഡിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, ഞാൻ എൻ്റെ ഈ കാണുന്ന വീഡിയോ അല്ലായിരിക്കും, അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിലും ബെറ്റർ ആയിട്ടാണ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കമൻസും ഞാൻ വിലപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പക്ഷേ ആ കമൻസ് നിങ്ങൾ ഒരു കമൻ്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും ഒരു തരത്തിലെങ്കിലും ഒരു വശത്തെങ്കിലും അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ തെറ്റുകൾ തിരുത്തുകയും ചെയ്യണം. അതേസമയം അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ലാതെ ഒരു കമൻ്റ് ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കൊരു നല്ലൊരു കാര്യമായിരിക്കും. കഷ്ടപ്പെടുന്ന ആളുകൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കും നിങ്ങൾ ചെയ്യുന്ന ഒരു ഫേവറായിരിക്കും അത്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അല്ലെ എൻ്റെ വീഡിയോസിൻ്റെ കീഴിൽ നെഗറ്റീവ് കമൻ്റ് ഇട്ടത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോഴും അത് ഒരുപാട് നമ്മളെ വളരെ മോശമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ അങ്ങേയറ്റം താഴ്ത്തുന്ന രീതിയിൽ ഇരിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് മാത്രം ഞങ്ങളെപ്പോലുള്ള എല്ലാ യൂട്യൂബേഴ്സിനും വേണ്ടിയാണിത് പറയുന്നത്. ഞങ്ങൾ ഓരോ വീഡിയോസും നിങ്ങൾ ഒരു ചെറിയ യൂട്യൂബറിൻ്റെ ഞാൻ ഇന്നും ഏതെങ്കിലും ഒരു ചെറിയ യൂട്യൂബറിൻ്റെ വീഡിയോ എനിക്ക് റെക്കമെൻഡേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫുൾ കാണാറുണ്ട്. 2 വ്യൂ ഉള്ള വീഡിയോ വരെ ഞാൻ ഫുൾ കണ്ടിട്ടാണ് ഞാനത് ഒരു കമൻറ്റ് ഞാൻ എന്തായാലും ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ലൈക്കെങ്കിലും ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ. കാരണം അവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ, അവരും വളർന്നു വരണം, എല്ലാവരും ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തണം, എല്ലാവരും അവരുടെ ജീവിത മാർഗം കണ്ടുപിടിക്കണം, എല്ലാവർക്കും നല്ല രീതിയിലുള്ളൊരു ജീവിതം ഉണ്ടാവണം എന്നൊക്കെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇത് കൊള്ളില്ല, എന്നാൽ ശരി, ഭയങ്കര വെറുപ്പിക്കലാണ്, ബോറിങ്ങാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആയിക്കോട്ടെ. ബോറിങ് ആണെങ്കിൽ നിങ്ങളത് പറയേണ്ട രീതിക്ക് പറയൂ. കുറച്ച് സ്പീഡ് കുറഞ്ഞു അല്ലെങ്കിൽ സ്പീഡൊന്ന് കൂട്ടിയാൽ നന്നായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങളത് തീർച്ചയായിട്ടും ആ തെറ്റ് തിരുത്തി അടുത്ത പ്രാവശ്യം ബെറ്റർ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കമൻ്റ് ഇടുന്ന ആളുകൾ ഇനിയെങ്കിലും എനിക്ക് പറയേണ്ട ഒരു താഴ്മയായിട്ടുള്ള വിനീതമായിട്ടുള്ള ഒരു അപേക്ഷയാണ്. ഒരു കൊച്ചു യൂട്യൂബറിൻ്റെ ചാനലിൽ പോയിട്ട് അവർ ചെയ്യുന്ന ഒരു വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും ദയവ് ചെയ്ത് നിങ്ങളവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ, നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ കമൻറ്റ് ഇടാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ കാണാതിരിക്കുക. പക്ഷെ നിങ്ങളിടുന്ന ഓരോ കമൻറ്റും അവരെ വളരെയധികം വേദനിപ്പിക്കും. അവർക്ക് അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാനായിട്ട് അതൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനൊക്കെ ഇത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ വീഡിയോയ്ക്ക് ലക്ഷക്കണക്കിന് വ്യൂസൊന്നും ഇല്ല, ചെറിയ രീതിയിലുള്ള വ്യൂസേ ഉള്ളൂ. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത ഒരു വളർച്ച ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ
വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും നിർത്തുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.